ഹലോ! പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 1 എല്ലാ കുട്ടികളും പുത്തനുടുപ്പും, പുതിയ ബാഗും, ബുക്കും എല്ലാം ആയിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുരുന്നുകൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്നെന്തായാലും മഴയുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് അകമ്പടിയായിട്ട് മഴയുണ്ടാകുക എന്താണ്. അപ്പോൾ ദേ ഞാൻ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. കാരണം ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തോരനും, കറിക്കും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ സ്കൂളിൽ പിള്ളേര് പോകുമ്പോൾ അവരെക്കാളും ടെൻഷൻ അമ്മമാർക്കാണ് ട്ടോ. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ റെഡിയാക്കി കൊടുത്ത് അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി അങ്ങോട്ട് വിടുന്ന വരെ അമ്മമാർക്ക് ശ്വാസം വിടാൻ പറ്റില്ല ട്ടോ. അവരങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് അമ്മമാർക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റണത്. അപ്പോൾ ദേ ഞാനിവിടെ തോരനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീൻസ് തോരനാണ് ട്ടോ. ബീൻസിന് വേണ്ടി തോരന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കായ മീൻ വെപ്പ് വെക്കാമെന്നാണ് ട്ടോ വിചാരിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ പിള്ളേര് സ്കൂളിൽ പോണ കാണുമ്പം ഒന്നും കൂടി സ്കൂളിൽ പോവാൻ തോന്നും ട്ടോ. കാരണം വലുതാവണ്ടായിരുന്നുന്ന് തന്നെ തോന്നിപ്പോകും സ്കൂളിലേക്ക്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വലുതായാൽ മതിയായിരുന്നുന്ന് ചിന്തിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന് തിരിച്ച് സ്കൂളിലേക്ക് പോയിരിക്കാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ദേ ഇവിടെ ചട്ടി ചൂടായിട്ട് ഞാൻ ദേ കറി വെക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉലുവ ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം ട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ തോരനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുടപ്പുളി ഇട്ടിട്ട് കായ ഇട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കറി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ദേ ഇവിടെ തോരനും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഞാൻ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ചപ്പാത്തിയാണ് ട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നലെ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചപ്പാത്തി പാക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ പണി എളുപ്പം അങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊന്ന് ഫ്രണ്ടിൽ പോയിട്ട് വാതിൽ തുറന്ന് നോക്കിയതാണ് ട്ടോ നേരം വെളുത്തുന്ന് അറിയാനായിട്ട്. അപ്പം വെളുത്തിട്ടില്ല. വെളുത്ത് വരണുള്ളൂ. അപ്പോൾ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റതാണ് ട്ടോ. അപ്പോൾ ദേ ഇവിടെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ദാൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓംലെറ്റ് ഉണ്ടാക്കി. പക്ഷേ ഞാനത് മറന്നുപോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ട്ടോ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയത്. ആദ്യം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിരുന്നു. പിന്നെയാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാത്ത കാര്യം ഓർത്തത്. പിന്നെ വന്ന് ഓംലെറ്റ് ഉണ്ടാക്കി. ദേ അനുചേട്ടനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ട്ടോ. മോളുടെ ലഞ്ച് ബോക്സ് കാണിക്കാനൊന്നും അതിനകത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അനുചേട്ടൻ്റെ ലഞ്ച് ബോക്സ് കാണിച്ചത്. അതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിച്ചു ട്ടോ. ഞാൻ ചായ കുടിച്ചു. അതിന് ശേഷം പിന്നെ ദേ മോള് ക്ലാസ്സിൽ പോവാനായിട്ട് റെഡി ആവാണ് ട്ടോ. അപ്പോൾ അനുചേട്ടനും റെഡിയാണ്. അപ്പോൾ അനുചേട്ടനൊന്നും വേറെ പുതിയ ഓഫീസിലേക്കാണ് ട്ടോ പോണത്. അപ്പോൾ ദേ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്ന് ബസ് നേരത്തെ വരും ട്ടോ. സ്കൂൾ തുറക്കണ ദിവസമല്ലേ. അപ്പോൾ അത് കാരണം ബസ് നേരത്തെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും മോളും കൂടി ഇറങ്ങാണ്. ഇറങ്ങാൻ നേരത്ത് മോൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ട്ടോ. കാരണം മോനും മോളും കൂടിയാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മോൻ +2 കഴിഞ്ഞു ട്ടോ. അപ്പോൾ അത് കാരണം ഇനി മുതൽ അവൾ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ഇത്ര നാളും ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ബസ് കയറാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് പോകണമല്ലോ. അപ്പോൾ അതിൻ്റേതൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ട്ടോ. മോളെ ബസ് കയറ്റി വിട്ടു കഴിഞ്ഞിട്ട് പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ ജോലികൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിച്ചു വാരലും പാത്രം കഴുകലും എല്ലാം ഉണ്ടായിരുന്നു. തുണികളിടാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും.